പങ്കജേട്ടത്തിയേ അൻസാറൊക്കെ വിളിക്കുന്നു. ഫോൺ വെച്ചിട്ട് ഇവിടെ അൻസാർക്ക അയ്യോ പൈസ ഉണ്ടാവോ ഇപ്പോ? ആ ശരി ശരി അൻസാർക്ക. എന്താ ഈ ക്ലീറ്റോ ഒരു ഭാഗ്യമില്ലാത്തവനാ കേട്ടോ. കാര്യം പറയുന്നു. ഇന്ന് എന്നോട് പറഞ്ഞായിരുന്നേ, അവിടെ പാർട്ടി ഓഫീസിന്റെ അവിടെ ചെല്ലുമ്പോ ആരുടെങ്കിലും വണ്ടി എടുത്തിട്ട് സ്പീഡിൽ പോയിട്ട് എവിടെയെങ്കിലും മറിഞ്ഞു വീഴാന്ന്. ഇല്ല പിന്നെ അപ്പോഴത്തേക്കും പോലീസ് പിടിച്ച പാവത്തിന് ഓവർ സ്പീഡിന് ഹെൽമെറ്റും ഉണ്ടായിരുന്നില്ല എന്ന്. ഇങ്ങനെ ഒരു ഭാഗ്യമില്ലാത്ത മനുഷ്യൻ എനിക്ക് വയ്യ. ഇനി എന്ത് ചെയ്യൂടാ? ദിവസങ്ങളില്ല, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പെട്ടി എടുത്തോണ്ട് പോകേണ്ടി വരും. അച്ഛമ്മ അവിടെ അല്ല, മേലെ കമ്പി ചാടി പൊക്കം ഇല്ലാത്ത ചാടിയിട്ട് എന്തോ സംഭവിക്കാനാ? എനിക്കിപ്പോ പേടിയ തല ഇറങ്ങുകയാണ് ഇവിടെ. തല ഇറങ്ങുന്നോ? ജംഗ്ഷനിൽ ആളിന്റെ മണ്ട വരെ നിങ്ങൾ 10 ഫ്ലെക്സ് വെച്ച് കെട്ടുന്നാക്കി കുഞ്ഞാങ്കമ്പ കയറിപ്പോ തല ഇറങ്ങുന്നോ? എടാ അത് ഞാനല്ല, അത് അണികളെ കയറ്റി വിടുന്നതാണ്. മേൽക്കിടക്കം മേളിലോട്ട് കയറൂല. മേളിലോട്ട് കയറി ചാടുന്ന ചാടി. ഇനി എന്റെ ഐഡിയ ഇല്ലേ, തമാശ അല്ല. ഏണി വെക്ക്, എനിക്ക് തല ഇറങ്ങുകയാണ് സത്യം. തല ഇറങ്ങുന്നോ? മാത്രമല്ല ഇതിനകത്ത് എനിക്ക് പറ്റൂല. പേടിയാവുന്നു എനിക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഛത്തീസ്ഗഡിൽ ചെന്ന് കയറിക്കോളൂ. കൊള്ളക്കാര വയലോട്ട് ചെന്ന് നല്ലത്. ഞാൻ അവിടെ പോയി അനുഭവിച്ചോളാം. പറ്റത്തൊന്നുമില്ല. തല ചുറ്റിട്ട് പോയാ ഇവിടെ. എന്റെ ക്ലീറ്റ നിങ്ങൾക്ക് ആ കൊള്ളക്കാരന്റെ വെടി കൊണ്ട് ചാവാനാണോ നിങ്ങൾക്ക്? അയ്യോ ഞാൻ എവിടെ വേണമെങ്കിലും പൊയ്ക്കോളാം. എനിക്കിത് പറ്റൂല, എനിക്ക് ചാടാൻ പറ്റൂല. ഇറങ്ങി ഇങ്ങോട്ട് വേറെ വല്ലയിടത്തോട്ട് വീഴിക്കാൻ വാ. ഇറങ്ങി ഏണി പിടിച്ചോളണം. പിടിച്ചേക്കോന്നെ. ഇങ്ങനൊരു പേടിച്ചു തൂറി നല്ലപോലെ പിടിച്ചോളണേ. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴേ അറിയോ. അയ്യോ പിടിച്ചോളണേ. എന്റെ മേത്തോട്ട് വീഴല്ലേ എന്റെ പൊന്നു ക്ലീറ്റോ. പിടിച്ചോളണേ. അയ്യോ തങ്ക പിടിച്ചിട്ടുണ്ട്. നല്ലപോലെ പിടിച്ചോളണേ. എന്റെ ദൈവമേ, ഒന്ന് വീഴാൻ പോലും അറിയാത്ത മനുഷ്യനാണല്ലോ ഇത്. ഞാൻ ഇത്രയും വിചാരിച്ചില്ലേ. അയ്യോ പിടിച്ചോളണേ. എന്റെ കാല് വിറക്കൽ ഇപ്പോഴും വിറയില് മാറിയിട്ടില്ല. എന്താ ഇപ്രാവശ്യം പറ്റിയിട്ടുണ്ട്. ആശുപത്രി പോകാം. ഇനി ഒന്നും പേടിക്കണ്ട ക്ലീറ്റോ. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കാര്യം.